നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പീപ്പിൾ ടിവി പുറത്തുവിട്ടു. പുതുമുഖങ്ങൾക്കോ വനിതകൾക്കോ കാര്യമായ പ്രാതിനിധ്യം ഇക്കുറിയുമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവർ മത്സര രംഗത്ത്. ഘടകകക്ഷികളിൽ നിന്ന് ചില മണ്ഡലങ്ങൾ ഏറ്റെടുക്കുന്നതുൾപ്പെടെ 89 മണ്ഡലങ്ങളിലെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. KPCC അധ്യക്ഷൻ തൃശൂർ ജില്ലയിലെ മണലൂരിൽ മത്സരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും മണ്ഡലങ്ങൾക്ക് മാറ്റമില്ല. തിരുവനന്തപുരം ജില്ലയിൽ കാതലായ മാറ്റങ്ങളില്ല. A.T. ജോർജ് ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാർ അതത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. A.T. ജോർജിന് പകരം നെയ്യാറ്റിൻകര സനലിനാകും പാറശാല സീറ്റ്. K. മുരളീധരൻ വട്ടിയൂർക്കാവിലും VS ശിവകുമാർ തിരുവനന്തപുരത്തും വീണ്ടും ജനവിധി തേടും. രാജ്മോഹൻ ഉണ്ണിത്താൻ കുണ്ടറയിലോ ചാത്തന്നൂരോ ജനവിധി തേടുമ്പോൾ INTUC നേതാവ് പത്തനാപുരത്താവും മത്സരത്തിനിറങ്ങുക. പത്തനംതിട്ടയിൽ മന്ത്രി അടൂർ പ്രകാശിനോ ശിവദാസൻ നായർക്കോ സീറ്റ് നഷ്ടമായേക്കുമെന്നും പട്ടിക സൂചിപ്പിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ കാതലായ മാറ്റങ്ങളില്ല. ഇവിടെ യുവനിരയിൽ നിന്ന് M. ലിജുവും PC വിശ്വനാഥും മത്സരരംഗത്തെത്തുമെന്നാണ് സൂചന. കോട്ടയം, ഇടുക്കി, എറണാകുളം മണ്ഡലങ്ങളിൽ കാതലായ മാറ്റമൊന്നുമില്ല. പൂഞ്ഞാറിൽ DCC പ്രസിഡന്റ് ടോമി കെലാനി മത്സരത്തിനിറങ്ങിയേക്കും. പീരിമേട്, EM അഗസ്തി, റോയ് കെ പൗലോസ്, PA ജോസഫ് എന്നിവരുടെ പേരുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളത്ത് സിറ്റിംഗ് MLA-മാർക്ക് കാര്യമായ മാറ്റമില്ല. അങ്കമാലി NSU നേതാവ് റോജിക്കു വേണ്ടി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റെടുത്തേക്കും. പെരുമ്പാവൂരിൽ മാത്യു കൊളനാടനാകും മാറ്റുരയ്ക്കുക. തൃപ്പൂണിത്തുറയിൽ സിറ്റിംഗ് MLA ആയ K. ബാബുവിനൊപ്പം ലാലി വിൻസെന്റിന്റെ പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ പേരിനാണ് പ്രഥമ സ്ഥാനം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ആര്യാടനു പകരം VV പ്രകാശിനോ ആര്യാടൻ ഷൗക്കത്തിനോ ആണ് സാധ്യത. കണ്ണൂരിൽ AP അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പകരം K. സുധാകരൻ മത്സരരംഗത്തെത്തും. ഉദുമയിൽ T. സിദ്ദിഖ് ഉൾപ്പെടെ 4 പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അന്തിമ പട്ടിക പുറത്തുവരുമ്പോൾ നേരിയ മാറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.